ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ഓയിൽ പ്രിപ്പറേഷനുമായിട്ടാണ്. നമ്മുടെ ഗ്രേ ഹെയർ ഒക്കെ മറക്കാനായിട്ട് പറ്റിയ നല്ല ഒരു കിടിലൻ ഹെയർ ഓയിലാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ നമുക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന വഴി പുതിയതായിട്ട് വരുന്ന ഹെയർ എല്ലാം നല്ല ബ്ലാക്ക് ആയിട്ട് വളരാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞ് ഹെയർ ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കയ്യോന്നിയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്ന വരുവാണ് കേട്ടോ. ഞാൻ എറണാകുളത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ വാതിക്ക് നിറയെ ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, കളർ മാറിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഉണങ്ങിയത് നമുക്ക് ഹെയർ പാക്കായിട്ട് ഇടാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഉണക്ക ഇലയാണെങ്കിൽ നമുക്ക് ഓയിൽ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാം. ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പൗഡർ നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിലും ആ പൊടി എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓയിൽ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതേപോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ അരച്ച് കിട്ടാനായിട്ട് നമുക്ക് ഒരല്പം വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വെള്ളത്തിന് വരെ ചേർത്ത സാധനം കാണിച്ചു തരാം. ചായയുടെ ഒരല്പമാണ് ചേർത്തത്. അത് നമ്മുടെ മുടിക്ക് തേയില നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ്, കളറൊക്കെ കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിന് ചേർത്തിട്ടാണ് ഇതിങ്ങനെ ഇത്രയും നല്ലതായിട്ട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ വെള്ളം ചേർക്കണം. അപ്പോൾ വെള്ളത്തിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ തേയില വെള്ളം തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് എണ്ണ പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഞങ്ങളിവിടെ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ കുറച്ചൊരു കരിഞ്ഞൊക്കെ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാത്. ഇത് നമുക്കിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം. ജ്യൂസ് മാത്രമായിട്ട് എടുത്താൽ മതി. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ജ്യൂസ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി വന്ന സംഭവം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഹെയർ പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് കളയണമെന്നില്ല. അപ്പോൾ അത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം, നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളമാണ് നല്ലത്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഹെയറിൽ നമ്മൾ എണ്ണയൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലൊരു ഹെയർ പാക്കായി. ഇതിൻ്റെ നെല്ലിക്കയും കയ്യോന്നിയുടെയും ഒക്കെ ഗുണങ്ങളൊട്ടും നമുക്ക് കളയുകയും വേണ്ട. നമ്മളിത് ഇവിടെ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ശുദ്ധമായ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി വേറെ എന്തെങ്കിലും ഓയിലാണ് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. സാധാരണ തലയിൽ വയ്ക്കുന്ന എണ്ണ എടുക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ കട്ടി കൂടിയ എണ്ണകൾ ആവണക്കെണ്ണയൊക്കെ ചെയ്യുമ്പോൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് ഹാഫായിട്ട് എടുക്കണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര തിക്നെസ്സായിരിക്കും, അത് തലേന്ന് പോകാനും ഒക്കെ പണിയായിരിക്കും. വാഷ് ചെയ്ത് കളയണമല്ലോ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ നമ്മൾ അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് നെല്ലിക്കയും കയ്യോന്നിയും. അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുമ്പോൾ അത് പൊട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്, നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ എണ്ണ ഒഴിച്ച് ഉടനെ തന്നെ ഇടണമായിരിക്കും നല്ലത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലാതെ ഇത് വെച്ചിട്ട് നമ്മൾ മാറിപ്പോകരുത്. അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ചിലരുടേത് ഒരുപാട് കരിഞ്ഞു പോയി എന്നൊക്കെ പറയും. ഓയിൽ തയ്യാറാക്കുമ്പോൾ കരിഞ്ഞു പോയി, ഇനി അതിന് ഗുണമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ഗുണം എന്തായാലും നമുക്ക് കിട്ടത്തില്ല. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കി നിൽക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഓയിലിൻ്റെ അത് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ചേർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ഗ്രേ ഹെയർ ഉള്ളവർ ആ മുടിയൊന്ന് കറക്റ്റ് ചെയ്ത് വരാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രത്യേകിച്ചും അകാല നിരയൊക്കെ ഉള്ളവർ ഈ ഒരു ഓയിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമേ ഓയിൽ വെക്കുന്നുള്ളൂ എങ്കിൽ അതേപോലെ തന്നെ ഈ ഒരു ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മുടി കൊഴിച്ചിലുള്ള ആൾക്കാരൊക്കെ അതുപോലെ സ്പ്ലിറ്റൻസൊക്കെ ഉള്ളവർ ചെയ്യേണ്ട ഒരു പ്രത്യേകിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ മുടിയൊന്നും നനഞ്ഞതിന് ശേഷം എന്ത് ഹെയർ പാക്ക് ഇട്ടാലും ഉടനെ ഒന്നും കെട്ടി വയ്ക്കരുത്. നന്നായിട്ട് ഉണങ്ങിയിട്ട് ശേഷം മാത്രം കെട്ടി വയ്ക്കുക. ഒന്നുമില്ലെങ്കിൽ ഫാനിൻ്റെ അടിയിലൊക്കെ നിന്ന് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം കെട്ടി വയ്ക്കുക. ഇപ്പം നമ്മൾ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ.
ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. പിന്നെ നമ്മുടെ വെള്ളം ക്ലോറിൻ കലർന്നതൊക്കെ ആണെങ്കിൽ അതും ഒരു കാരണമാണ് മുടി കൊഴിയാനും പെട്ടെന്ന് തന്നെ കഷണ്ടി കയറാനും ഒക്കെ. ഇപ്പോൾ ക്ലോറിനുള്ള വെള്ളമാണ് നമുക്ക് മാറ്റാനായിട്ട് വേറെ മാർഗ്ഗം ഇല്ലെങ്കിൽ വെള്ളം കുറച്ച് സമയം ബക്കറ്റിൽ പിടിച്ച് വെക്കുക. എന്ന് വെച്ചാൽ രാവിലെ പിടിച്ച് വെച്ചിട്ട് വൈകുന്നേരം കുളിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം പിടിച്ച് വെച്ചിട്ട് രാവിലെ കുളിക്കുക. ആ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ ആ ക്ലോറിൻ്റെ എഫക്റ്റൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് മുടിക്ക് പ്രശ്നം വരില്ല. നമ്മുടെ ഈ എണ്ണ എങ്ങനെയാണ് പാകമായത് എന്ന് തിരിച്ചറിയാം എന്ന് പറഞ്ഞുതരാം. പാത്രത്തിൻ്റെ മുകളിൽ പത പോലെ ആദ്യം നന്നായിട്ട് കാണും. അത് കുറേ സമയം കഴിയുമ്പോൾ അത് കുറഞ്ഞ് ജസ്റ്റ് എണ്ണ തിളയ്ക്കുന്ന പോലെ മാത്രമാകും. അപ്പോൾ നമ്മുടെ എണ്ണ റെഡിയായി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇപ്പം ഞാൻ അടുത്തായിട്ട് ചേർക്കാൻ പോണത് നീലയമരിയാണ്. ഇതൊരു പാക്കറ്റിൽ കിട്ടുന്ന പൗഡറാണ് കേട്ടോ. പാക്കറ്റിലാണ് ഇതിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. ഇത് ഇൻഡിഗോ പൗഡർ എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നീലയമരി പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വേണം ഈ നീലയമരി പൗഡർ ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല എണ്ണയുടെ കളറൊക്കെ കണ്ടല്ലോ, നല്ല ഒരു റെഡിഷ് കളറിൽ നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇത് കരിച്ച് കളയരുത് ആരും കേട്ടോ. വേഗം തന്നെ ഓഫ് ചെയ്യണം ഈ ഒരു പരുവത്തിന്. ഇതിട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഇത് കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഇപ്പം തന്നെ ഇതെടുത്ത് മാറ്റാൻ പോവാണ്. അടപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ട് തണുത്ത ശേഷം നമുക്ക് കുപ്പിയിൽ ഒഴിച്ചു വയ്ക്കാം. ഈ ഒരു ഹെയർ ഓയിലിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം നാച്ചുറലാണ്. നമുക്ക് എല്ലാം നമ്മുടെ പറമ്പിലും ഒക്കെ കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ മുടിയിലെ ചടയൊക്കെ കളഞ്ഞ് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഓരോ പാർട്ടുകളായിട്ട് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം, പിന്നെ നമ്മുടെ മുടിയിലും കൂടി അപ്ലൈ ചെയ്യുക. ആ രീതിയിൽ ചെയ്യുക. കയ്യോന്നിയുടെ ഇലയും പൂവും കായും എല്ലാം നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കാം. മുടിക്ക് നല്ല കട്ട കറുപ്പ് നിറം കിട്ടാനും മുടി കൊഴിച്ചിൽ അകറ്റാനും മാർക്കറ്റിൽ കിട്ടുന്ന ആയുർവേദിക് ഓയിലുകളെല്ലാം തന്നെ ഈ ഒരു കയ്യോന്നി ഉണ്ടാകും. കയ്യോന്നിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നത് എന്നുകൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. പല സ്ഥലങ്ങളിൽ പല പേരാണ് ഇതിന് പറയുന്നത്. മുടിയുടെ അറ്റം പൊട്ടൽ, അതുപോലെ തന്നെ താരൻ, മുടി കൊഴിച്ചിൽ, ഇതിനെല്ലാത്തിനെയും അകറ്റാനായിട്ട് ഈ ഒരു ആയുർവേദിക് ഹെയർ ഓയിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നെല്ലിക്കയിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. മുടിക്കും അത് വളരെ നല്ലതാണ്. അകാല നരയ്ക്ക്, അതുപോലെ തന്നെ മുടി നല്ല കറുത്ത നിറത്തിൽ വളരാനായിട്ടും ഒക്കെ നമുക്ക് നെല്ലിക്ക പതിവായിട്ട് ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഓണിയൻ ഹെയർ പാക്കാണ്. ഉള്ളി നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഇത് ഒണിയൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ്. നമ്മുടെ ഹെയർ ഫാളിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ അകാല നരയാണെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഹെയർ പാക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 ഉള്ളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ഉള്ളിയുടെ ഗുണം കൂടി നമ്മുടെ മുടികൾക്ക് കിട്ടും. ഓണിയൻ്റെയൊക്കെ ഒരു കളർ തന്നെയാണ്. നല്ല ക്രീമി കൺസിസ്റ്റൻസി, നല്ല അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. മുടിയിൽ ഇടുമ്പോൾ തന്നെ ഭയങ്കര ഒരു സോഫ്റ്റ്നെസ്സും ഇതൊക്കെ തോന്നുന്നുണ്ട്. നല്ല സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പം ഞാൻ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തു, ഹെയർ പാക്കും അപ്ലൈ ചെയ്ത് ഇരിക്കുക. അപ്പോൾ ഇനി ഞാൻ ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ താളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറുപയർ പൊടി ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് താളി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ആൽസ് ഗുഡ്നെസ്സിൻ്റെ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ആൽമണ്ട് ഓയിലും അതുപോലെ അലോവേരയും ഒക്കെയാണ്. അത് രണ്ടും മുടിക്ക് നല്ലതാണ്. അപ്പോൾ മുടി സ്ട്രോങ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ മുടി ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല കറുപ്പ് നിറം വന്നതുപോലെയായി. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഹെയർ ഓയിലും ഷാമ്പൂവും അതുപോലെ തന്നെ ഹെയർ പാക്കും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ ഓയിൽ ഒരിക്കലും ഓവർനൈറ്റ് തേച്ചിട്ട് കിടക്കരുത്. കാരണം സൈനസൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് പനി വരാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇത് തണുപ്പ് കൂടുതലുള്ള ഒരു ഓയിലാണ്. നമ്മൾ കയ്യൊന്ന് ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ അവസ്ഥ അനുസരിച്ച് വേണം ഓയിൽ എത്ര ടൈം നമ്മുടെ തലയിൽ വെക്കണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോടും കൂടി പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അടുത്ത വീഡിയോ സ്കിൻ കെയർ വേണോ ഹെയർ കെയർ വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വെയിറ്റ് ലോസ് ഡ്രിങ്കൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടത് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.